തെക്കനാഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിലെ ചോബെ നദിയിലൂടെ സഞ്ചാരത്തിന്റെ 38 അംഗങ്ങളടങ്ങിയ സംഘം ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. ലഘുഭക്ഷണവും പാനീയങ്ങളുമൊക്കെ കഴിച്ചുകൊണ്ടുള്ള രസകരമായ ഒരു സായന്തന യാത്ര. ചോബെ നാഷണൽ പാർക്കിലെ കുറേയേറെ മൃഗങ്ങളെ കണ്ടതിനു ശേഷം ഇപ്പോൾ തിരികെ റിസോർട്ടിലേക്ക് മടങ്ങുകയാണ് ഞങ്ങൾ. ക്രിസ്റ്റ മൊവാന എന്ന റിസോർട്ടിലേക്ക്. വനത്തിനുള്ളിലെ റിസോർട്ടാണത്. അവിടേക്ക് പോകുമ്പോഴും നദീതീരത്ത് മറ്റു നിരവധി റിസോർട്ടുകൾ കാണാം. റിസോർട്ടിന്റെ കോമ്പൗണ്ടിന് വനവുമായി വേർതിരിക്കാൻ പ്രത്യേകിച്ച് വേലിക്കെട്ടൊന്നുമില്ല. നാഷണൽ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് ഈ നിർമ്മിതികളൊക്കെ എന്ന് പറയാം. ആഫ്രിക്കൻ ശൈലിയിൽ പുല്ലുമേഞ്ഞ് കലാപരമായി പണിത കെട്ടിടങ്ങൾ. ആർക്കും ഒരു ദിവസമെങ്കിലും അതിലൊന്ന് താമസിക്കാൻ കൊതി തോന്നിപ്പോകും. വനത്തിലെ വെക്കേഷൻ താമസക്കാരെ ശരിക്കും അനുഭവിപ്പിക്കുന്ന സുന്ദരമായ റിസോർട്ടുകൾ. കുറെ റിസോർട്ടുകളുണ്ട് ചോബെ ദേശീയ ഉദ്യാനത്തിനു ചുറ്റുമായി. അവയിൽ വലിയ റിസോർട്ടുകളും സഫാരി ലോഡ്ജുകളും മൊബൈൽ ക്യാമ്പുകളും എല്ലാം ഉൾപ്പെടുന്നു. 1930കൾ മുതൽ തന്നെ ടൂറിസം വളർന്ന ഒരു പ്രദേശമാണിത്. പുറമേ നിന്ന് കാണുമ്പോൾ പുല്ലുമേഞ്ഞ ഗോത്രവീടുകൾ പോലെ തോന്നുമെങ്കിലും ഈ റിസോർട്ടുകളുടെ എല്ലാം അകത്ത് ഡീലക്സ് ഫെസിലിറ്റികളാണുള്ളത്. തീരത്ത് എല്ലാ റിസോർട്ടുകളോടും ചേർന്ന് ബോട്ടുകൾ എടുക്കുന്ന ഒരു കടവുമുണ്ടാകും. ഇതിവിടുത്തെ ഒരു എമിഗ്രേഷൻ സെന്ററാണ്. ഈ നദിയുടെ മറുകരയിലാണ് നമീബിയ എന്ന രാജ്യം. അവിടേക്ക് പോകേണ്ടവരും അവിടെ നിന്ന് വരുന്നവരുമൊക്കെ നദി കടന്ന് എമിഗ്രേഷൻ സെന്ററിൽ ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പലതരം ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ നദിയിലൂടെ നീങ്ങുമ്പോൾ ഒരു കെട്ടിടം ഒഴുകിപ്പോകുകയാണെന്നേ തോന്നൂ. ഡബിൾ ഡക്കർ ബോട്ടുകൾ തന്നെ പല വലിപ്പത്തിലുള്ളവ. ഒരു ഭാഗത്ത് ഒരു പൊതു ബോട്ട് ജെട്ടിയുണ്ട്. അവിടെയാണ് ഈ ബോട്ടുകൾ അടുത്തു കിടക്കുന്നത്. ചിലതൊക്കെ രാവിലെ പുറപ്പെടാനിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന മൊവാന റിസോർട്ടിന്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് ചോബെ നാഷണൽ പാർക്കിന് സമീപത്തെ ഏറ്റവും വലിയ റിസോർട്ടുകളിൽ ഒന്നാണ്. ബോട്ട് കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയി ഒരു യു ടേൺ എടുത്താണ് കടവിലേക്ക് തിരികെ വരിക. അകലെ ചക്രവാളത്തിൽ സൂര്യൻ ചായുന്നത് കാണാം. വിശാലമായ ഒരു കായൽ പോലെ കിടക്കുകയാണ് നദി. ഗംഭീരമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ബോട്ട് സഫാരി. പ്രതീക്ഷിച്ചതിലേറെ മൃഗങ്ങളെ കണ്ടതിന്റെ ആവേശം എല്ലാവരിലുമുണ്ട്. അതിന്റെ എല്ലാം ഫോട്ടോകൾ എടുത്തു. നല്ല സുഖകരമായ തെളിഞ്ഞ കാലാവസ്ഥ, ഇളം തണുപ്പ്. എല്ലാവർക്കും ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. നാളെ പുലർച്ചെ ഒരു ഗെയിം ഡ്രൈവ് ഉണ്ട്. ഇന്ന് ബോട്ട് സഫാരി ആയിരുന്നെങ്കിൽ നാളെ ജീപ്പ് സഫാരിയാണ്. ഇന്നിനി പ്രത്യേകിച്ച് കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. മുറിയിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ഡിന്നർ കഴിച്ച് എല്ലാവരും ഒത്തുകൂടി കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഇന്നത്തെ രാത്രി ആസ്വാദ്യമാക്കും. നദീതീരത്തെ മനോഹരമായ റിസോർട്ട്. അതിനു ചുറ്റുമുള്ള മരങ്ങളിൽ കുരങ്ങന്മാർ ചാടിക്കളിക്കുന്നുണ്ട്. ആ കാണുന്ന വലിയ കെട്ടിടം ലഞ്ച് വിളമ്പുന്ന റെസ്റ്റോറന്റാണ്. ലഞ്ച് സമയത്ത് മാത്രമേ അത് തുറക്കുകയുള്ളൂ. ഡിന്നർ വേറൊരു കെട്ടിടത്തിലാണ് ഒരുക്കുക. മെയിൻ ബിൽഡിംഗിന്റെ എൻട്രൻസ് ഭാഗമാണ് ഇത്. 3 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു പുൽക്കെട്ടിടം. ഞങ്ങൾ താമസിക്കുന്ന മുറിയിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. വലിയൊരു ബാവോബാവ് മരത്തിന് ചുറ്റുമായിട്ടാണ് മെയിൻ ബിൽഡിംഗ്. അതിന്റെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് റെസ്റ്റോറന്റ്. ഞാൻ എന്റെ മുറിയുള്ള ഭാഗത്തേക്ക് നടന്നു. മണ്ണിൽ നിന്നും അല്പമുയർത്തി മരം കൊണ്ട് പാലം പോലെ നിർമ്മിച്ച ഒരു വഴിയിലൂടെ വേണം അവിടേക്ക് പോകാൻ. വനത്തിൽ വിശാലമായൊരു പ്രദേശം മുഴുവൻ പുല്ലൊക്കെ പിടിപ്പിച്ച് സുന്ദരമാക്കിയിട്ടിരിക്കുന്നു. അതിന്റെ ഓരത്താണ് 2 നിലകളിലായി ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ. മുറികൾക്ക് ഒരു കോട്ടേജ് സ്വഭാവമാണ്. അകത്തേക്ക് കയറുമ്പോഴാകട്ടെ മുറിക്കകം ഇങ്ങനെയാണ്. മുകൾ ഭാഗം പുല്ലുമേഞ്ഞതാണെങ്കിലും അതിന്റെ താഴെ ഗസ്റ്റുകൾ പെരുമാറുന്ന ഭാഗം ഏറ്റവും മോഡേണായി ഒരുക്കി വെച്ചിരിക്കുന്നു. പ്ലസന്റായ കളറുകളോടെ തീമാറ്റിക്കായി ഒരുക്കി വെച്ച മുറി. നല്ല ബെഡ്റൂമും ലിവിംഗ് ഏരിയയുമൊക്കെ. ഗസ്റ്റുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന രീതിയിലാണ് ഇതിന്റെ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമെല്ലാം. തീമാറ്റിക്കായ പെയിന്റിങ്ങുകൾ, നല്ല ഫർണിച്ചറുകൾ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ മുറി. ബാത്റൂം സൗകര്യങ്ങളെല്ലാം അതിവിശാലമാണ്. കുളി കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷായി. അത്താഴം കഴിക്കാൻ ഇനിയും സമയമുണ്ട്. ഞാൻ മുറിയുടെ മുന്നിലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി.
സൂര്യൻ താഴ്ന്നു കഴിഞ്ഞു. ശാന്തമായ തീരം. സംഘത്തിലെ എല്ലാവരും മുറികളിൽ വിശ്രമത്തിലോ കൂട്ടുകൂടിയുള്ള ചർച്ചകളിലോ ചെറിയ ഡ്രിങ്ക്സ് പാർട്ടികളിലോ ഒക്കെ ആയിരിക്കും ഇപ്പോൾ. എന്റെ മുറിയുടെ ബാൽക്കണിയുടെ താഴേക്ക് കുറെ കാട്ടുപന്നികൾ എത്തിയിട്ടുണ്ട്. വാർതോഗ്സ്. ആഫ്രിക്കയിലെ വരണ്ട പ്രദേശങ്ങളിലും കാടുകളിലും ഇവയെ കാണാം. പല വലിപ്പത്തിലുള്ള വാർത്തോഗുകളുണ്ട്. അതിൽ വലിയ കൊമ്പുള്ള ഒരുവൻ രംഗപ്രവേശം ചെയ്തതോടെ ചെറിയ പന്നികളെല്ലാം ഓടി സ്ഥലം വിട്ടു. ഇവനെ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നു. മറ്റുള്ളവർ തിന്നുകൊണ്ടിരുന്ന എന്തെല്ലാമോ അവരെ പേടിപ്പിച്ച് ഓടിച്ച ശേഷം ഇവൻ അകത്താക്കുകയാണ്. കുറെ നേരം അവയെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അടുത്ത ദിവസത്തിന്റെ പുലർക്കാലം. സഞ്ചാരം ഗ്രൂപ്പിലെ എല്ലാവരും റെഡിയായി എത്തി. ഏതാനും സഫാരി വാഹനങ്ങളും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഗെയിം ഡ്രൈവിന് പുറപ്പെടുകയാണ്. നേരം 5:30 മണിയായിട്ടുണ്ട്. കെ എന്നു പേരുള്ള ഈ വനിതയാണ് ഞങ്ങളുടെ ഡ്രൈവർ. സഞ്ചാരത്തിന്റെ ഗസ്റ്റുകളാണ് മറ്റുള്ളവർ എന്നതിനാൽ ഞാൻ മുൻപിൽ അവർക്കിരിക്കാൻ അവസരം നൽകി. നടുവിലുള്ള ഒരു സീറ്റിൽ ഞാനും ഇരുന്നു. 5:45 തന്നെ റിസോർട്ടിൽ നിന്നും യാത്ര തുടങ്ങി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. നല്ല തണുപ്പുമുണ്ട്. എല്ലാവർക്കും ഓരോ കമ്പിളി പുതപ്പ് കൂടി തന്നിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആ പുതപ്പും കൂടി പുതച്ചാണ് ഇരിക്കുന്നത്. വനത്തിൽ മൃഗങ്ങളെ നേരിട്ട് കാണാൻ പോകുന്ന യാത്രയാണ് ഗെയിം ഡ്രൈവ്. അല്പം സാഹസികമായ ഒരു പരിപാടിയാണത്. കാട്ടിൽ വിഹരിക്കുന്ന മൃഗങ്ങൾക്കിടയിലേക്ക് നേരിട്ട് വാഹനത്തിൽ കടന്നു ചെല്ലുകയാണല്ലോ. തുറന്ന സഫാരി വാഹനങ്ങളാണ്. കസാനെ പട്ടണം കടന്നു വേണം പോകാൻ. പട്ടണത്തിന്റെ ഒരു ഭാഗമാണിത്. 1960കളിൽ ബോട്സ്വാനയിലെ സ്വാതന്ത്ര്യസമര പോരാളികളുടെ ഒരു താവളമായിരുന്നു കസാനെ പട്ടണം. ബ്രിട്ടീഷ് പോലീസിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് സാംബിയയിലേക്കും നമീബിയയിലേക്കുമൊക്കെ കടക്കാൻ ഇവിടെ നിന്ന് എളുപ്പമാണെന്നതുകൊണ്ടാണ് അവർ ഈ പട്ടണം താവളമാക്കിയത്. വെള്ളക്കാരുടെ വലിയൊരു കേന്ദ്രമായിരുന്നു കസാനെ. 1921 അവർ ചോബെ ജില്ലയുടെ ആസ്ഥാനമായി ഈ പ്രദേശത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ കസുംഗുലയിൽ നിന്നും ചോബയുടെ ആസ്ഥാനം കസാനയിലേക്ക് മാറി. കൊളോണിയൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ആസ്ഥാനം ഇവിടേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ 9,000 ആളുകൾ വസിക്കുന്ന ഒരു പട്ടണമാണ് കസാനെ. ഇവിടെ ഒരു എയർപോർട്ടുമുണ്ട്. ഇന്റർനാഷണൽ എയർപോർട്ടാണത്. ചോബെ നാഷണൽ പാർക്കിലേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയതോടെയാണ് ഇവിടെ ഒരു എയർപോർട്ട് വന്നത്. മികച്ച സൗകര്യങ്ങളുള്ള ഒരു പട്ടണമാണ് കസാനെ. ആശുപത്രികൾ, സൂപ്പർമാർക്കറ്റുകൾ, വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഓഫീസുകൾ എന്നിവയെല്ലാം ഉണ്ടിവിടെ. നിരവധി റിസോർട്ടുകളും ഹോട്ടലുകളും ഈ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലുമായുണ്ട്. ചെറുതെങ്കിലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള പട്ടണമാകുന്നു കസാനെ. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ എയർപോർട്ട് റോഡിലേക്കാണ് കയറുന്നത്. ആഫ്രിക്കയിലെ 4 കോർണേഴ്സിന് സമീപമുള്ള പ്രധാന പട്ടണം എന്നതാണ് കസാനയുടെ ഒരു പ്രത്യേകത. ബോട്സ്വാന, നമീബിയ, സാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ ചേരുന്ന ഇടമാണ് 4 കോർണേഴ്സ് എന്നറിയപ്പെടുന്നത്. വാഹനം സെഡൂഡു ഗേറ്റ് എന്ന കവാടത്തിലേക്കെത്തി. ചോബെ നാഷണൽ പാർക്കിന്റെ ഒരു പ്രധാന കവാടമാണിത്. ഗെയിം ഡ്രൈവുകൾക്കുള്ള ചെക്ക് പോയിന്റും ഇവിടെയാണ്. ഈ ഗേറ്റ് കടക്കുന്നതോടുകൂടി വനത്തിനകത്തേക്ക് കയറുകയായി. ഇനി പൂർണ്ണമായും വനമാണ്. അതിനുള്ളിൽ മനുഷ്യവാസമില്ല. നിരവധി സഫാരി വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട്. എല്ലാവരും ഗേറ്റിൽ നിന്ന് പെർമിറ്റ് എടുത്തു വേണം യാത്ര തുടരാൻ. ഞങ്ങൾ അതിനുവേണ്ടി കാത്തുകിടക്കെ മറ്റു സംഘങ്ങളുടെ വാഹനങ്ങളും വന്നുകൊണ്ടിരുന്നു. 4 വണ്ടികളിലായാണ് ഞങ്ങൾ സഞ്ചാരം ഗ്രൂപ്പിലെ 38 പേർ ഗെയിം ഡ്രൈവിനായി പോകുന്നത്. കെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി പെർമിറ്റ് എടുക്കാനായി പോകുന്നു. മറ്റു രാജ്യക്കാരായ ടൂറിസ്റ്റുകളുമായി വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സഫാരി വാഹനങ്ങൾ വളരെ ഇഷ്ടമാണ്. യൂസർ ഫ്രണ്ട്ലിയാണ് വാഹനങ്ങളെല്ലാം. ഗാലറി പോലെയാണ് സീറ്റിംഗ്. ഏറ്റവും മുന്നിലെ സീറ്റ് ഏറ്റവും താഴെ. അതിനു പിന്നിലുള്ളത് അല്പം കൂടി ഉയരത്തിൽ, ഏറ്റവും പുറകിലുള്ളത് കൂടുതൽ ഉയരത്തിൽ എന്നിങ്ങനെ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
അല്പം കഴിഞ്ഞപ്പോഴേക്കും പെർമിറ്റ് എടുത്ത് കെ തിരികെ വന്നു. ഈ വനത്തിനകത്ത് കിടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് കെ പറഞ്ഞു തരുന്നത്. മൺപാതകളിലൂടെയാണ് ഇനി പോകുന്നത്. നിങ്ങൾ ഒന്നും തന്നെ വനത്തിൽ ഉപേക്ഷിക്കരുതെന്നതാണ് പ്രധാന കാര്യം. വെള്ളക്കുപ്പിയോ ഒരു കടലാസ് തുണ്ട് പോലും വനത്തിലിടാൻ പാടില്ല. അതൊക്കെ വണ്ടിയിൽ തന്നെ സീറ്റിന് പുറകിലുള്ള പോക്കറ്റിൽ നിക്ഷേപിച്ചു കൊള്ളണം. അടുത്ത കാര്യം അധിക ശബ്ദത്തിൽ സംസാരിക്കരുത് എന്നതാണ്. മൃഗങ്ങളുടെ ഒരു സാമ്രാജ്യത്തിലേക്കാണ് ചെല്ലുന്നത്. അവർക്കൊരു ശല്യവും ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ വണ്ടിയിൽ വയർലെസ് സെറ്റ് ഇല്ല എന്നും കെ പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ് ഈ വാഹനത്തിൽ പോകുന്നത്. നിർദ്ദേശങ്ങൾ തന്ന ശേഷം കെ വണ്ടിയെടുത്തു. ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണെന്നോർക്കണം. ആഫ്രിക്കൻ രാജ്യത്തെ ഒരു സ്ത്രീ നമുക്ക് തരുന്ന നിർദ്ദേശം വേസ്റ്റ് പുറത്തെവിടെയും ഇടരുതെന്നാണ്. ഈ വനത്തിലൂടെ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കടലാസ് കഷ്ണം പോലും ഇവിടെയും കാണുന്നില്ല. ഞങ്ങൾ ചോബെ നാഷണൽ പാർക്കിന്റെ പ്രധാന ഭാഗത്തേക്ക് കയറിയിരിക്കുന്നു. ഇനി ഈ പാർക്കിലൂടെ ദീർഘമായ ഒരു യാത്രയാണ്. 11,700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വനമാണ് ചോബെ നാഷണൽ പാർക്ക്. ഇവിടെ ഞങ്ങൾ ആദ്യത്തെ മൃഗത്തെ കണ്ടുമുട്ടുന്നു. ഗ്രേറ്റർ കുഡുവാണിത്. കുഡു വിഭാഗത്തിൽ തന്നെ 2 ഇനങ്ങളുണ്ട്. ഗ്രേറ്റർ കുഡുവും ലെസർ കുഡുവും. ലെസർ കുഡു താരതമ്യേന ചെറിയ മൃഗങ്ങളാണ്. ശരീരത്തിൽ കാണുന്ന വെളുത്ത വരകളാണ് കുഡുവിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇത് പെൺകുഡുവാണ്. ആൺകുഡുവിന് നീളമുള്ള പിരിയൻ കൊമ്പുകളുണ്ടാകും. ഈ യാത്രയിൽ ഞങ്ങളെത്തിയ എല്ലാ റെസ്റ്റോറന്റുകളിലും കുഡുവിന്റെ ഇറച്ചി കിട്ടിയിരുന്നു. ഇന്നലെ രാത്രി മൊവാന റിസോർട്ടിൽ നിന്നും കിട്ടി. കഴിഞ്ഞ ദിവസം സിംബാബ്വേയിൽ ബോമ ഡിന്നറിന് ചെന്നപ്പോൾ അവിടെ നിന്നും കുഡുവിന്റെ ഇറച്ചി കിട്ടിയിരുന്നു. വളരെ വേഗം പെറ്റുപെരുകുന്നവയാകയാൽ നിയന്ത്രിതമായ തോതിൽ ഇവയെ വേട്ടയാടാൻ അനുമതിയുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺകുഡുവിന് 315 കിലോ വരെ ഭാരമുണ്ടാകും. 1.5 മീറ്റർ വരെ ഉയരവും. ഈ കൂട്ടത്തിൽ പെൺകുടുകളെ മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ യാത്ര തുടർന്നു. വരണ്ടുണങ്ങിയതുപോലെയുള്ള വനങ്ങൾ. ആഫ്രിക്കയിലെ വനങ്ങൾ മിക്കതും ഇങ്ങനെ തന്നെയാണ്. കുറ്റിച്ചെടികൾ അധികമില്ലാത്തതുകൊണ്ട് വളരെ ദൂരത്തിൽ വരെ കാണാം. അതുതന്നെയാണ് ഇവിടെ സഫാരിക്ക് ധാരാളം ആളുകൾ എത്തുന്നതിന് കാരണവും. നിരന്ന ഭൂമിയാണ്. ഏറെ ദൂരത്തുപോലും ഒരു മൃഗം നിന്നാൽ കാണുകയും ചെയ്യും. തോർത്ത് തലയിൽ കെട്ടി തനി മലയാളിയായാണ് നമ്മുടെ ഗ്രൂപ്പിലെ ഒരാൾ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈ കൂട്ടത്തിലുള്ള പലരും സഞ്ചാരത്തിനൊപ്പം 3-മത്തെയോ 4-മത്തെയോ ടൂറിനാണ് വന്നിരിക്കുന്നത്. 1 വർഷത്തിനകമാണ് അതെന്നോർക്കണം. അത്ര സാഹസികരും യാത്രാപ്രിയരുമായി കഴിഞ്ഞു അവർ. മൺവഴിയിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് മരങ്ങൾ വീണ് കിടക്കുന്നു. അതെല്ലാം അവിടെ തന്നെ കിടന്ന് ദ്രവിച്ചു തീരുകയാണ് ചെയ്യുക. വേറെ ഒരിടത്തെത്തുമ്പോൾ വഴിയിൽ മണലാണ്. വാഹനങ്ങൾ ഓടിയും തിരിച്ചുമൊക്കെ മണൽ അങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. കെ അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി. എന്തിനാണെന്ന് മനസ്സിലായില്ല. ഏതോ മൃഗത്തെ പ്രതീക്ഷിച്ചാണോ അതോ നമ്മുടെ ഗ്രൂപ്പിലെ മറ്റു വാഹനങ്ങൾ എത്താൻ വേണ്ടിയാണോ എന്നും അറിയില്ല. മുന്നിൽ പോയ വാഹനവും അവിടെ നിർത്തി. എന്തോ മൃഗത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വയർലെസ്സിലൂടെ വാഹനങ്ങളിലെ ഡ്രൈവർമാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏത് മൃഗത്തെയാണ് കണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. താഴെ ചോബെ നദി കാണാം. ഇവിടെ ഇങ്ങനെ കുറച്ചുപേരുണ്ട്. ഈ യാത്രയിൽ കാണുന്ന 2-മത്തെ മൃഗം ഇംബാലകളാണ്. ഇംബാലക്കൂട്ടത്തിൽ കൂടുതലും പെണ്ണുങ്ങളായിരിക്കും. ഈ കൊമ്പുള്ളതാണ് ആണ്. അവനാണ് സംഘത്തിന്റെ തലവൻ. കലമാൻ അഥവാ ആന്റിലോപ്പ് വിഭാഗത്തിൽ ആഫ്രിക്കയിൽ കാണുന്ന ഇനമാണ് ഇംബാല. ഒതുങ്ങിയ ശരീരപ്രകൃതമാണ് ഇവരുടേത്. വനത്തിൽ സിംഹവും ചീറ്റയുമൊക്കെ ഏറ്റവും കൂടുതൽ ആഹാരമാക്കുന്നത് ഇംബാലകളെയാണ്. ഇംബാലകളുടെ കഥകൾ ഓർത്തുകൊണ്ട് യാത്ര തുടർന്നു. ഇംബാലയൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. വനത്തിലെ വമ്പന്മാരെ തന്നെ കാണണം. ബിഗ് 5-ലെ ആരെയെങ്കിലുമൊക്കെ. കുറച്ചുകൂടി അങ്ങ് ചെന്നപ്പോൾ നദീതീരത്ത് ഏതാനും ഇംബാലകളും കുറെ പക്ഷികളുമുണ്ട്. ഹെൽമറ്റഡ് ഗിനി ഫൗൾ എന്ന പക്ഷിയാണത്. നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന ഗിനി കോഴിയുടെ ഒരു വലിയ രൂപം. അവയെ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കെ ഒരു തമാശ പറഞ്ഞു.
എന്റെ മുന്നിൽ ചിക്കനെയും ഗിനി ഫൗളിനെയും വറുത്തു കൊണ്ടുവന്നു വെച്ചാൽ ചിക്കൻ എടുത്ത് വലിച്ചെറിഞ്ഞ് ഗിനി ഫൗളിനെ ആയിരിക്കും തിന്നുകയെന്ന്. ഇന്നാട്ടിലുള്ളവർ ഗിനി ഫൗളിനെ കൊന്നു തിന്നാറുണ്ട്. കോഴിയിറച്ചിയേക്കാൾ രുചിയുള്ളതാണ് ഹെൽമറ്റഡ് ഗിനി ഫൗളിന്റെ ഇറച്ചിയെന്നാണ് പറയുന്നത്. വണ്ടികൾ പലതും വരുന്നു പോകുന്നു. ഹെൽമറ്റഡ് ഗിനി ഫൗളിന്റെ കൂട്ടത്തെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. മുന്നിൽ കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെയും എന്തോ മൃഗത്തെ കണ്ടിട്ടുണ്ടെന്ന് വ്യക്തം. അടുത്തേക്ക് ചെന്നപ്പോൾ ഞങ്ങളും ആ കാഴ്ച കണ്ടു. നദീതീരത്ത് ഒരു ഹിപ്പോ പുല്ലു തിന്നുന്നു. സാധാരണയായി ഹിപ്പോകൾ ഇങ്ങനെ കരയ്ക്ക് കയറി നിൽക്കുന്നത് അധികം കാണില്ല. പക്ഷേ ഇവിടെ അവൻ ഒരു തിട്ടയിൽ കയറി നിന്ന് പുല്ല് യഥേഷ്ടം അകത്താക്കുകയാണ്. വെയിലാകുന്നതോടുകൂടി ഇവരെല്ലാം പയ്യെ വലിയും. ഇവിടെ ഇതാ മറ്റൊരാൾ, ഒരു ജിറാഫ്. മരത്തലപ്പിന് മുകളിലേക്ക് തലനീട്ടി തീറ്റയെടുത്തുകൊണ്ടിരിക്കുകയാണവൻ. നേരം പുലർന്നാൽ ആദ്യം ഇവരുടെ പണി തീറ്റ തുടങ്ങുകയാണ്. നേരത്തെ തന്നെ പരമാവധി ഭക്ഷണം അകത്താക്കിയാൽ കാര്യം കുശാലായല്ലോ. പിന്നെ മരത്തണലിൽ വിശ്രമിക്കാം, വെറുതെ നടക്കാം. ഈ ജിറാഫിൻ്റേതുപോലെ ഒരു ദുരിത ജീവിതമുള്ള മറ്റൊരു വന്യജീവിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവന് നിലത്ത് നിന്ന് ഒരു സാധനവും തിന്നാൻ പറ്റില്ല. വെള്ളം കുടിക്കണമെങ്കിൽ പോലും മുൻകാലുകൾ പ്രത്യേക രീതിയിൽ അകത്തിവെച്ച് വളരെ പ്രയാസപ്പെട്ട് കുനിഞ്ഞു നിൽക്കണം. സൃഷ്ടാവ് എന്തിനാണ് ഇവൻ ഇത്രയും നീളമുള്ള കഴുത്ത് കൊടുത്തതെന്ന് തോന്നിപ്പോകും. ഒരു പാവം ജീവി. നീളൻ കഴുത്തുമായി വേഗത്തിൽ ഓടാൻ പോലും അവനാവില്ല. ഉയരത്തിൽ ഇലയും ചെടികളുമില്ലെങ്കിൽ ആകെ കഷ്ടപ്പെട്ടു പോകും. ജിറാഫിനെ പിന്നിട്ട് നദീതീരത്തെ മൺതിട്ടയിലൂടെയായി പിന്നെ യാത്ര. വണ്ടിയോടിയ ചാലുണ്ടെങ്കിലും ഇത് ജനവാസ പ്രദേശമോ ടൗണോ ഒന്നുമല്ല, വനത്തിനകം തന്നെയാണ്. അങ്ങകലെ ഹിപ്പോകൾ നിരന്നു നിന്ന് തിന്നുന്നു. നദിയിലൂടെ അവയെ കണ്ടുകൊണ്ട് ബോട്ടിലും ആളുകൾ പോകുന്നുണ്ട്. നദിക്കപ്പുറം കാണുന്നത് നമീബിയയുടെ പ്രദേശങ്ങളാണ്. മൈതാന സമാനമായ ഒരു പ്രദേശം. എത്രയോ ഗെയിം ഡ്രൈവ് വാഹനങ്ങൾ വന്നു പോകുന്ന ഇടമാണ്. അവിടെ തിട്ടയിലൂടെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ചോബെ നദിയുടെ തീരമാണ്. ഞങ്ങൾ ഇന്നലെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വന്നിരുന്നില്ല. മറ്റൊരു ഭാഗത്തുകൂടിയായിരുന്നു യാത്ര. രസകരമാണ് ഈ വണ്ടിയിലെ യാത്ര. പുതിയൊരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിലും ടൂറിസം രംഗത്ത് ഇത്തരം വാഹനങ്ങൾ രൂപപ്പെടുത്തണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരം വണ്ടികൾ അനുവദിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. വഴിയരികിൽ പലയിടത്തും ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ട്. ഒരു കാട്ടുപോത്തിന്റെ തലയോട്ടിയാണിത്. സിംഹമോ കാട്ടുനായക്കളോ ഭക്ഷിച്ച ശേഷം ബാക്കിയായ തലയോട്ടി. വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ കുറെ സഫാരി വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. വെള്ളത്തിൽ ജീവിക്കുന്ന മുതലയോ ഹിപ്പോയോ മറ്റോ ആയിരിക്കും അവിടുത്തെ കാഴ്ചയെന്നാണ് ഞാൻ കരുതിയത്. കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുതലയും ഹിപ്പോയും ഒന്നുമല്ല കാഴ്ചയെന്ന് മനസ്സിലായി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അല്പം താമസിച്ചിരിക്കുന്നു. വണ്ടിയിൽ വയർലെസ് ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണത്. നേരത്തെ വന്ന എല്ലാവരും പ്രധാന സ്ഥലങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഡ്രൈവർ കെ തിക്കിഞ്ഞെരുക്കി വണ്ടികൾക്കിടയിലൂടെ മുന്നോട്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തി. ഇതാണ് കാര്യം. ഒരു സിംഹരാജനുണ്ടിവിടെ. അവൻ പുലർച്ചെ സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. വണ്ടികളുടെ ബാഹുല്യം കാരണം എനിക്കത് വിശദമായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ നടക്കാനും വെള്ളം കുടിക്കാനുമൊക്കെ ഇറങ്ങിയ സിംഹത്തെയാണ് കാണുന്നത്. ഇതാണ് ഇവിടെ എല്ലാവരും കൂടി നിൽക്കാനുള്ള കാരണവും. ഇത്തരം വനങ്ങളിൽ വെച്ച് സിംഹത്തെ അടുത്തു കാണുക എന്നത് വലിയൊരു അനുഭവം തന്നെയാണ്. ഒരു സിംഹത്തെയോ ചീറ്റയെയോ കണ്ടില്ലെങ്കിൽ ഗെയിം ഡ്രൈവ് വിജയമാകില്ല. ഇത്രയേറെ വണ്ടികൾ കണ്ടതോടെ സിംഹരാജന് സഭാകമ്പമായി. അവൻ സ്ഥലം വിടാൻ തീരുമാനിച്ചു. സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തിയതിന്റെ ദേഷ്യത്തിലെന്നോണം കയറിപ്പോവുകയാണ്. അപ്പോഴും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഇതൊരു അസുലഭ കാഴ്ചയാണ്. അവൻ അങ്ങനെ വനത്തിനകത്തേക്ക് നടന്നുപോയി. വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ആ സിംഹം വെള്ളം കുടിക്കുന്നതും സൂര്യനമസ്കാരം ചെയ്യുന്നതുമൊക്കെ ശരിക്കും ക്യാമറയിലാക്കാമായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള കുറെ പേർ മറ്റൊരു വണ്ടിയിൽ നേരത്തെ എത്തിയിരുന്നു. അവർ കുറെ നേരം സിംഹത്തിന്റെ പലവിധ അഭ്യാസങ്ങളും കണ്ടുവെന്ന് പിന്നീട് പറഞ്ഞു.
ഞങ്ങൾക്കും അവനെ ഒന്ന് കാണാനായി. ഈ വാഹനങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രധാന കൗതുകം. രസകരമായ വാഹനം. ഇങ്ങനെയാണ് അതിന്റെ സീറ്റിംഗ്. എല്ലാവർക്കും മുന്നിലുള്ള കാഴ്ച കൃത്യമായി കിട്ടുന്ന രീതിയിൽ ഗ്യാലറിയിൽ എന്ന പോലെയാണ് സീറ്റിംഗ്. 4 നിരകളിലായി ആളുകൾക്കിരിക്കാം. വനത്തിന്റെ ഒരു ഭാഗം നദീതീരത്തോട് ചേർന്ന മണൽപ്പരപ്പാണ്. അവിടെ കൂടിയാണ് വണ്ടി ഓടിക്കുന്നതും. ധാരാളം മൃഗങ്ങളുള്ള ഭാഗത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ മൃഗങ്ങളെ കണ്ടു തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോൾ തന്നെ സിംഹത്തെ കണ്ടിരിക്കുന്നു എന്നതാണ് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യം. എതിർദിശയിൽ വാഹനങ്ങൾ വരുന്നതും കാണാം. അവർ നേരത്തെ മറ്റൊരു വഴിയിലൂടെ പോയി വരുന്നവരായിരിക്കും. കൂടുതൽ മൃഗങ്ങളുടെ കാഴ്ചയ്ക്കായി ഞങ്ങൾ സഞ്ചാരം തുടർന്നു.